The central issues in the country are unemployment, price rise, but you will never see this in the national media. നിങ്ങൾക്കറിയാമോ ഈ രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ എന്ന് പറയുന്നത് തൊഴിലില്ലായ്മയാണ്, വിലക്കയറ്റമാണ്. പക്ഷേ ഈ പ്രശ്നങ്ങളെ ഒന്നും നമുക്ക് നമ്മുടെ ദേശീയ മാധ്യമങ്ങളിൽ കാണാൻ സാധിക്കുകയില്ല. Farmers can block the highways to Delhi, but it will never be visible in the national media. നമ്മുടെ കർഷകർ ഡൽഹിയിലേക്കുള്ള ഹൈവേകളിലെല്ലാം അവർ പ്രതിരോധിക്കും, തടയും, പക്ഷേ അതൊന്നും നമ്മുടെ മാധ്യമങ്ങളിൽ കാണാൻ സാധിക്കില്ല. Because the national media is fully controlled by the same people Mr. Narendra Modi helps. നിങ്ങൾക്കറിയാമോ, കാരണം ഈ രാജ്യത്തെ ദേശീയ മാധ്യമങ്ങളെ മുഴുവൻ നിയന്ത്രിക്കുന്നത് നരേന്ദ്രമോദി സഹായിക്കുന്ന അതേ ആളുകളാണ്. And so the question arises, what are we going to do about the huge amount of inequality that has been created in our country? ഇപ്പൊ നമ്മുടെ മുമ്പിലുള്ള ചോദ്യം എന്താണ്? ഈ രാജ്യത്തുണ്ടായിട്ടുള്ള ഇത്രയും വലിയ അസമത്വം ഇല്ലാതാക്കാൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നമ്മൾ എന്താണ് ചെയ്യാൻ പോകുന്നത്? You will be surprised to know that there are 22 people in this country who have more wealth than 70 crore people. നിങ്ങൾക്കറിയാം, നിങ്ങൾ അതിശയിച്ചു പോകും. കാരണം ഈ രാജ്യത്തെ 70 കോടി ജനങ്ങളുടെ കയ്യിലുള്ളതിനേക്കാൾ കൂടുതൽ ധനം ഈ രാജ്യത്തെ വെറും 22 മനുഷ്യരുടെ കയ്യിലുണ്ട്. And there are also 70 crore people in India who earn less than 100 rupees a day. നിങ്ങൾക്കറിയാമോ, ഈ രാജ്യത്ത് 70 കോടി ജനങ്ങളിലധികമുണ്ട്. ഒരു ദിവസം 100 രൂപയിൽ കുറവ് വരുമാനം ലഭിക്കുന്ന 70 കോടിയിലധികം ജനങ്ങൾ ഈ രാജ്യത്തുണ്ട്. So in fact there are two Indias. സത്യം പറഞ്ഞാൽ ഇവിടെ രണ്ട് തരം ഇന്ത്യ ആണുള്ളത്. One India that belongs to the billionaires, ഇവിടുത്തെ ലക്ഷാധിപതികൾക്കും കോടീശ്വരന്മാർക്കും വേണ്ടിയുള്ള ഒരു ഇന്ത്യ, where whatever dream they want to see they can see and fulfill. ഇവിടുത്തെ ലക്ഷാധിപതികൾക്കും കോടീശ്വരർക്കും ഏത് സ്വപ്നം കാണാനും ആ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാനും കഴിയുന്ന ഒരു ഇന്ത്യ. And the other India where the large mass of Indian people live. മറ്റേ ഇന്ത്യ, രണ്ടാമത്തെ ഇന്ത്യ എന്ന് പറയുന്നത് ഇന്ത്യയിലെ ഭൂരിഭാഗം വരുന്ന സാധാരണക്കാർ മനുഷ്യർ ജീവിക്കുന്ന രണ്ടാമത്തെ ഇന്ത്യ. The poor people, the middle class pay the taxes. നമ്മുടെ സാധാരണ ജനങ്ങൾ, ദരിദ്രരായ ജനങ്ങൾ, അതുപോലെ മധ്യവർഗത്തിൽപ്പെട്ടവർ, അവർ നികുതി കൊടുക്കുന്നു. In fact, the poorest person in India pays exactly the same amount of GST as Mr. Adani does. നിങ്ങൾക്കറിയാമോ, യഥാർത്ഥത്തിൽ ഇന്ത്യയിലെ ഏറ്റവും ദരിദ്രനായ വ്യക്തി അദാനി കൊടുക്കുന്ന അതേ അളവിലുള്ള GST അഥവാ ചരക്ക് സേവന നികുതിയാണ് ഈ രാജ്യത്ത് കൊടുക്കുന്നത്. If the poorest farmer buys a shirt and Mr. Adani buys the same shirt, they will pay exactly the same amount of GST. ഈ രാജ്യത്തെ ഏറ്റവും ദരിദ്രനായ ഒരു കർഷകൻ വാങ്ങിക്കുന്ന ഒരു ഷർട്ടിന് അദ്ദേഹം കൊടുക്കുന്ന അതേ GST ആണ് അതേ ഷർട്ട് അദാനി വാങ്ങിച്ചാൽ അദ്ദേഹവും കൊടുക്കുന്നത്. And then the entire GST money goes into the hands of the richest 15-20 people. ഈ GSTയിലൂടെ ഇന്ത്യൻ ഗവൺമെന്റ് സമാഹരിക്കുന്ന മുഴുവൻ പൈസയും പോകുന്നത് ഈ രാജ്യത്തെ കുറച്ച് അതിസമ്പന്നരായ മനുഷ്യരുടെ കയ്യിലേക്കാണ്. I'll give you a figure that will shock you. ഞാൻ നിങ്ങളെ ഞെട്ടിപ്പിക്കുന്ന ഒരു സംഖ്യ നിങ്ങളോട് പറയാം. Over the last 10 years, Mr. Narendra Modi has forgiven 16 lakh crores worth of bank loans of the richest 25 Indians. നിങ്ങൾക്കറിയാമോ, ഈ രാജ്യത്തെ അതിസമ്പന്നരായ 25 ഇന്ത്യക്കാരുടെ 16 ലക്ഷം കോടി വരുന്ന ബാങ്കിലെ ലോണാണ് കഴിഞ്ഞ 10 വർഷമായി നരേന്ദ്രമോദി തള്ളിക്കളഞ്ഞത്. This is such a large number that when you say it, the average Indian doesn't understand what you mean. ഇതൊരു വലിയ നമ്പറാണ്. ഈ സംഖ്യ എന്ന് പറയുന്നത് ഒരു സാധാരണ ഇന്ത്യക്കാരന് മനസ്സിലാക്കാൻ പറ്റില്ല. ഇത് എന്താണ് ഈ 16